അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും ചിന്തിച്ചു പോകുന്നൊരു വിഷയമാണ് റബ്ബേ മരിക്കണമല്ലോ എന്നുള്ളത്. മരണത്തെക്കുറിച്ച് ഓർക്കൽ അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുഅക്കദായ സുന്നത്താണ്, ശക്തിയായ സുന്നത്താണ്. അപ്പോൾ ഒരു ദിവസം ഒരുപാട് തവണ അവൻ മരണത്തെക്കുറിച്ച് ചിന്തിക്കണം. മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് വ്യത്യസ്ത രൂപങ്ങളായിട്ടാണ്. ചില ആളുകൾ ചിന്തിക്കുക, പടച്ചോനെ ഞാൻ മരണപ്പെട്ടു പോയാൽ എൻ്റെ കുടുംബത്തിന് ആരാണ് ഉണ്ടാവുക, എൻ്റെ മക്കൾ ആരാണ് നോക്കുക, എൻ്റെ മക്കൾക്ക് അവർക്ക് വേണ്ടത് ആരാണ് നൽകുക എന്നൊക്കെ ചിന്തയായിരിക്കും. എൻ്റെ ഭാര്യ വിധവയായി പോകുമല്ലോ എന്നൊക്കെയാണ് ചിന്തിക്കുക. മറ്റു ചില ആൾക്കാർ ചിന്തിക്കുന്നത്, റബ്ബേ ഞാൻ മരണപ്പെട്ടു പോയാൽ എൻ്റെ ഖബറിൽ ആരാണ് ഉണ്ടാവുക, എനിക്ക് ഖബറിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നുള്ള ചിന്തകളായിരിക്കും ഉണ്ടാവുക. എന്നാൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക, ഈ മരണം ഉറപ്പായൊരു വിഷയമാണ്. എന്തായാലും നമുക്ക് മരിച്ചേ തീരൂ എന്നുള്ളതിൽ തർക്കമില്ല. മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കൾ മുഴുവനും മരണപ്പെട്ടു പോയിട്ടുണ്ട്, വഫാത്തായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പാണ് നമ്മളൊന്നും അത്ര വലിയ ആളുകളല്ല. അതുകൊണ്ട് നമുക്കും മരിക്കേണ്ടതുണ്ട് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. മൂന്ന് വിഭാഗം ആളുകൾ 3 രൂപത്തിലാണ് മരണത്തെ ചിന്തിക്കുന്നത്. ഒരു വിഭാഗം മുൻഹമിക്ക് എന്ന് പറയും. മുൻഹമിക്ക് എന്ന് പറഞ്ഞാൽ അവന് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അല്ലാ, ഞാൻ ഇപ്പോൾ മരിച്ചു പോയാൽ എൻ്റെ ബിസിനസ് എന്തായിരിക്കും, എൻ്റെ മക്കൾ എന്തായിരിക്കും അവസ്ഥ, എൻ്റെ കുടുംബം ഒറ്റപ്പെട്ടു പോകുമല്ലോ. ഇങ്ങനെയുള്ള ദുനിയാവിൻ്റെ കാര്യങ്ങളെ ഓർത്തിട്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുക എന്ന് പറയുന്നത് അതും ഒരു മരണത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ആളുകൾ, ഈ ആളുകൾ ഇത്തരത്തിലുള്ളൊരു ഈ രീതിയിലാണ് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എങ്കിൽ ഫലാ യസീദുഹു മിനല്ലാഹി ഇല്ലാ ബുഅദ, അവൻക്ക് അള്ളാഹുവിനെ തൊട്ട് ആ മനുഷ്യൻ വിദൂരമായിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. അവന് അള്ളാഹുവുമായി വിദൂരമായിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ്. എന്നാൽ രണ്ടാമത്, അപ്പോൾ അങ്ങനെ ഒരു ചിന്ത അള്ളാഹുവിലേക്ക് അടുപ്പിക്കല്ല ചെയ്യണത്, അള്ളാഹിനെ തൊട്ട് വിദൂരമാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത്തെ ആളുകൾ തായിബ് എന്നാ പറയുക. തായിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മനുഷ്യൻ ഖബറിനെ ഓർത്ത്, റബ്ബേ ഞാൻ ഇന്ന് മരിച്ചാൽ ഞാൻ ഖബറിൽ കിടക്കുമ്പോൾ എൻ്റെ ഖബറിൽ എനിക്ക് ആരാണ് ഉണ്ടാവുക കൂട്ടിന്, ഇരുളാകുന്ന ഖബറിൽ എൻ്റെ കൂട്ടിനാരാണ് റബ്ബേ എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അവൻ്റെ ഖൽബ് നാളെ മഹ്ശറയുടെ കാര്യങ്ങൾ ആലോചിച്ച് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ ഞാൻ എന്താണ് സമാധാനം പറയുക, എൻ്റെ ദോഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് ഒരു തായിബായ തൗബ ചെയ്യുന്നവൻ്റെ മനസ്സ് ഉള്ള ആൾ, അവൻ മരണത്തെ ചിന്തിക്കുന്നത് അത് അള്ളാഹുവിലേക്ക് അടുക്കാൻ കാരണമാകും. ഇത് നല്ല ചിന്തയാണ്. മൂന്നാമത്തെ വിഭാഗമാരാണ്, അത് ആരിഫ് എന്ന് പറയും. ആരിഫ് എന്ന് പറഞ്ഞാൽ അവർ മരണത്തെ കാത്തുകിടക്കുന്ന ആൾക്കാരാണ്. ആ ഒരു ദർജയിലേക്കും ആ ഒരു സ്ഥാനത്തേക്കൊന്നും നമുക്കൊരിക്കലും എത്താൻ കഴിയില്ല. എന്നാൽ നമുക്കുള്ളത് തായിബായിട്ടെങ്കിലും നമുക്ക് ജീവിക്കാൻ കഴിയണം. അള്ളാഹുവേ, നാളെ ഞാനിന്ന് മരിച്ചാൽ എൻ്റെ ഖബറിൽ ആരാണ് ഉണ്ടാവുക, നാളെ എനിക്ക് മഹ്ശറയിൽ ആരാണ് തുണയുണ്ടാവുക എന്നുള്ള ചിന്ത, ആ ചിന്തയാണ് നമ്മുടെ ഖൽബിൽ എപ്പോഴും ഉണ്ടാവുക. പിന്നെ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് അടുത്ത് ആരിഫീങ്ങളാകുമ്പോൾ, അള്ളാഹുവേ എന്താണ് എന്നെ കൊണ്ടുപോകാത്തത്, എവിടെ അസ്രായീൽ എവിടെ എന്ന് ചിന്തിക്കുന്ന ആ ആരിഫീങ്ങളുടെ മരണം അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെയുള്ളൊരു ജീവിതമൊക്കെ നമുക്ക് നൽകുമാറാവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 3 രൂപത്തിലുള്ള ചിന്തയിൽ ഒന്നാമത്തെ ചിന്ത, എൻ്റെ കുടുംബം, എൻ്റെ ബിസിനസ്, എൻ്റെ ദുനിയാവിൻ്റെ മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ട് ഞാൻ മരിച്ചു പോയാൽ എന്ന് ചിന്തിക്കുന്നതിന് പകരമായി ആഖിറത്തിൻ്റെ വിഷയത്തിൽ ചിന്തിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഖൽബായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെ മരണത്തെ ചിന്തിക്കുകയാണ് മുഅക്കദായ സുന്നത്തായിട്ട് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങൾ, ഇപ്പോൾ ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത് രാത്രി നാം ഒന്ന് ഉറങ്ങണം.
അതുപോലെ പകലിൽ ഉറങ്ങുന്ന ഒരു ഉറക്കമുണ്ട്, കൈലൂലത്തിൻ്റെ ഉറക്കം എന്ന് പറയും. ളുഹറിൻ്റെ തൊട്ട് മുന്നേ ഉള്ളൊരു സമയം, കുറച്ച് സമയം ഉറങ്ങൽ, അത് ബുദ്ധിമാന്മാരെ ഉറക്കമാണല്ലോ. അപ്പോൾ അവിടെയൊക്കെ നാം കിടന്നുറങ്ങുന്ന സമയത്ത് നാം കിടക്കേണ്ടത് ഖബറിൽ കിടക്കുന്നത് പോലെയാണ് കിടക്കേണ്ടത്. ഖബറിൽ കിടക്കുന്നത് എങ്ങനെയാണ്, എപ്രകാരമാണ്? വലതുഭാഗത്തേക്ക്, വടക്ക് ഭാഗത്ത്, കിബിലയുടെ ഭാഗത്തേക്കാണ് ഖബർ ഉണ്ടാവുക. നെഞ്ച് ഭാഗം കിബിലയിലേക്ക് തിരിച്ചിട്ട് വടക്കോട്ട് തലയാക്കിയിട്ട് അവനെന്ത് ചെയ്യും, ഖബറിൽ വെക്കും. അപ്പോൾ അവൻ്റെ വലത് ഷോൾഡറിൽ എന്ന് പറഞ്ഞാൽ വലത് കൈയിൻ്റെ ഭാഗത്ത് അവനെ ചെരിച്ച് കിടത്തും, കിബിലയുടെ ഭാഗത്തേക്ക് നെഞ്ചാക്കിയിട്ട് കിടത്തും. ഇങ്ങനെയാണ് ഖബറിൽ കിടക്കുക. ഈ രീതിയിലാണ് അവൻ രാത്രി കിടക്കേണ്ടത്. ഇതേ ഒരു കിടത്തം സുബിഹി നിസ്കരിക്കുന്നതിൻ്റെ മുന്നേ, സുബിഹിൻ്റെ സുന്നത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ, സുബിഹി ബാങ്ക് കൊടുത്ത് അതിൻ്റെ സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം അവൻ ജമാഅത്ത് അല്ലെങ്കിൽ സുബിഹി നിസ്കരിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതേ രൂപത്തിൽ ഒന്ന് കിടക്കണം. എന്നിട്ട് അവിടെ അവൻ അല്ലാഹുമ്മ റബ്ബ ജിബിരീല വ മീകാഈല വ ഇസ്റാഫീല വ അസ്റാഈല വ റബ്ബ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ എന്ന് പറഞ്ഞ് ആ ദിക്ർ ചൊല്ലലും പ്രത്യേകം സുന്നത്താണ്. അത് ഖബറിനെ ഓർക്കാൻ വേണ്ടിയിട്ട് മുത്തുനബി നമ്മെ പഠിപ്പിച്ചതാണ്. ഇങ്ങനെ ദിവസേന നാം മരണത്തെ ഓർത്ത് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ശുദ്ധിയാകും, നമ്മുടെ ഖൽബ് നന്നാകും, അള്ളാഹുവിലേക്ക് അടുക്കാൻ അത് കാരണമാകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ല മരണം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.